ഹായ് ഫ്രണ്ട്സ്, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ കുറേ VIP-കളൊക്കെ നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള ശ്രീമുരുക ഹോട്ടലിൽ കയറിയിട്ട് പഴംപൊരിയും ബീഫും കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പഴംപൊരിയും ബീഫും കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് കേൾക്കുമ്പോൾ തന്നെ മത്തിയും അലിവ് എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ ഒരു ഫീൽ വരും. അപ്പോൾ അങ്ങനെ ഇന്ന് വർക്ക് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ വഴി വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നതും മരടിനും ഇടക്കായിട്ടുള്ളൊരു ഹോട്ടലാണിത്. അങ്ങനെ ഞാൻ എന്നാൽ പഴംപൊരിയും അവിടെ സവാള വട ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും മേടിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഇപ്പം രണ്ടിലും ഏതാണ് ടേസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സവാള വടയും ഇറച്ചിയൊക്കെ എല്ലാവരും സാധാരണ കഴിക്കണേ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല രുചി തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ വടയൊക്കെ കഴിച്ച എല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും. അപ്പോൾ പഴംപൊരിയിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. പഴംപൊരി നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. എല്ലാവരും പറയണ പോലെ തന്നെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് തൃപ്പൂണിത്തുറയ്ക്ക് പോകണ വഴി അതിലാരെങ്കിലും പോകണമെങ്കിൽ ഇവിടെ കയറി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ശ്രീമുരുക എന്ന് പറഞ്ഞ മരട് കഴിഞ്ഞും തൃപ്പൂണിത്തുറയ്ക്ക് പോണ വഴിയായിട്ട് ഇടക്കുള്ള ഒരു ഹോട്ടലാണ് ശ്രീമുരുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പല യൂട്യൂബ് വീഡിയോയിലും ഇതിലൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ ഇനി ഇതുപോലെയുള്ള ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോസുകൾ ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഓരോ ഹോട്ടലുകളെക്കുറിച്ച് പരിചയപ്പെടുത്താനും അതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ട ഇപ്പോൾ നമ്മൾ വട ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് പഴംപൊരിയും ബീഫും തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു മധുരവും ആ ഇറച്ചിയുടെ ഒരു ഫീലൊക്കെ കൂടുമ്പോൾ നല്ലത് തന്നെ. അപ്പോൾ തിരിച്ചു വന്ന വഴി നേരെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയില്ല, ഒന്ന് വെയിറ്റ് നോക്കി നോക്കാമെന്ന് വെച്ച്. അവിടെ വെയിറ്റ് നോക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റും നോക്കി, വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കുറക്കണമെന്ന് മനസ്സ് തീരുമാനിച്ച് വീണ്ടും പുതിയ ഹോട്ടലും പുതിയ പലഹാരവും തേടിയുള്ള യാത്ര തുടരുകയാണ്.